നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കർണാടകയില് അങ്കോള എന്ന് പറയുന്ന സ്ഥലത്ത്, ഷീരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുടെ കോഴിക്കോട്ടുകാരനായ നമ്മളുടെ ഒരു സഹോദരൻ, എന്താ പേര്? അർജുൻ. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തേക്ക് 7 ദിവസമായി ലോറിയിൽ മരവുമായി പോയതാണ്. അപ്പം കർണാടകയിലെത്തി അവിടെ നിർത്തിയിട്ട സമയത്ത് മണ്ണിടിഞ്ഞ് 7 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാര്യയും ഒരു അമ്മയും അതുപോലെ തന്നെ കുട്ടിയുമൊക്കെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അർജുൻ എന്ന് പറയുന്ന ആ സഹോദരനെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനോടെ തന്നെ തിരിച്ചു കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. സൈന്യവും ഒരുപാട് ആളുകളും പോലീസും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 7 ദിവസമായി ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ മദ്രസയിൽ വെച്ച് പ്രാർത്ഥന നടത്തുകയാണ്. നമ്മളോട് ഉസ്താദ് ദുആ ചെയ്യും. നമുക്കൊക്കെ അറിയാം, നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഉപ്പ എത്തിയിട്ടില്ലെങ്കിൽ, ജോലിക്ക് പോയിട്ട് തിരിച്ച് നമ്മളുടെ ഉപ്പ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ എത്രത്തോളം വേദന നമുക്കുണ്ടാകും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ഭാര്യയും ഒരു കുട്ടിയും ഒരു അമ്മയും സഹോദരന്മാരും ഒരു നാടും ഈ കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ് അർജുൻ എന്ന് പറയുന്ന സഹോദരനെ ജീവനോടെ തിരിച്ചു കിട്ടാൻ. അങ്ങനെ ഒരു സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേൾപ്പിച്ചു തരട്ടെ. അപ്പൊ നമ്മൾ ഉസ്താദ് ദുആ ചെയ്യും. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. അർജുൻ എന്ന സഹോദരനെ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ മൗഹിബത്തായി ജീവനോടെ തന്നെ അവരുടെ കുടുംബത്തിന് അല്ലാഹു തിരിച്ചു നൽകുമാറാവട്ടെ. ആമീൻ. എത്രയും പെട്ടെന്ന് ആ സഹോദരനെ കണ്ടെത്താൻ അതിന്റെ നിയമപാലകർക്ക് അല്ലാഹു അവസരം നൽകി തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും സഹനവും നൽകി അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ പ്രയാസങ്ങളൊന്നുമില്ലാതെ ആ സഹോദരനെ കണ്ടെത്താൻ അത് തിരച്ചിൽ നടത്തുന്ന മുഴുവൻ ആളുകൾക്കും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. പടർന്നു പിടിക്കുന്ന നിപ എന്ന മഹാമാരിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.